ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബക്ക്റോക്ക് സെർവറിലാണ്. ഇത് ബക്ക്റോക്ക് സെർവറിൻ്റെ സീസൺ 2 ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കൊരു സ്റ്റാർട്ടർ ബേസ് കിട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കണ്ടുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അടുത്തതായി എന്തൊക്കെ ചെയ്യണമെന്നും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകാം. ഞാൻ എന്തായാലും ഇതിൽ കുറച്ച് സ്ഥലമാണ് ക്ലെയിം ചെയ്തിട്ടുണ്ട് നമുക്ക് വീടുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. അതിന് കമൻറ്റ് ആയിക്കൊണ്ട് /home അടിച്ച്, പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഹോം തന്നെയാണ്. /home എടുക്കുക. നമ്മൾ അങ്ങനെ നമ്മുടെ ക്ലെയിം ചെയ്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് സ്ഥലം. ഇതൊന്ന് ആദ്യം ഇവിടെ ഒന്ന് റെൻഡർ ചെയ്യട്ടെ. ഒരു ജംഗിളിൻ്റെ അടുത്താണ്. ജംഗിൾ തന്നെയാണെന്ന് പറയാം, കാരണം ബാക്കിലേക്കൊക്കെ പോയി നോക്കിയൊക്കെ ബാമ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട് നമ്മളിതാ സ്പ്രൂസിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിക്കൊണ്ടുള്ള മുട്ടൊക്കെ അതവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് സ്പ്രൂസിൻ്റെ മുട്ട കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസ് കെട്ടുള്ള കുറച്ച് മെറ്റീരിയൽ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ പെട്ടിയിലെല്ലാം ഇതിൻ്റെ നേരത്തെ വെട്ടിയിട്ടുണ്ട്. അത്രയും കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് വേണം. സോ ബേസിന് വേണ്ടി ഇനിയും കുറച്ച് മെറ്റീരിയൽ വേണം. അതിന് നമുക്ക് അതിന് മൈൻ ചെയ്യാൻ പോകണം. ഞാൻ മൈൻ ചെയ്തിട്ട് വരാം. ഞാൻ നമ്മുടെ ബേസിന് വേണ്ടിയുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ വേണ്ടി ഇതാ മൈൻ ചെയ്യുന്നു. അങ്ങനെ മൈൻ ചെയ്ത് നമ്മൾ ചെറിയൊരു കേവിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി കുറച്ചൊക്കെ ലൈറ്റപ്പ് ചെയ്തു. പക്ഷേ ഇവിടെ ഡയമണ്ടൊന്നും കണ്ടില്ല. ഇവിടെയൊക്കെ കുറച്ച് അയണൊക്കെ കണ്ടു. സോ ഈ അയണൊക്കെ നമുക്കത് എടുക്കണം. അത് ഇവിടെ കുറച്ച് അയണുണ്ട്. അതുപോലെ ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെയും കുറച്ച് അയണുണ്ട്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഞാൻ അതേമാതിരി ലൈറ്റ് ചെയ്ത് പോയപ്പോഴാണ് ഒരു ചെറിയ ലഷ്കേവ് ഞാൻ കണ്ടിരുന്നു. ഇവിടെ കാണിച്ചുതരാം. അതാ ഇവിടെ ചെറിയ ലഷ്കേവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നോക്കട്ടെ, ഇവിടെ ഡയമണ്ട് എല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടാലും ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്ന് ലൈറ്റപ്പ് ചെയ്തൊക്കെ കണ്ട് ഞാൻ വരാം. സോ അവിടെ നിന്ന് എന്തായാലും വേറെ ഒന്നും കണ്ടില്ല ആ ലഷ്കേവെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ അത് അങ്ങനെ കെട്ടണം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വീടിൻ്റെ ബേസ് ഈ വാളൊക്കെ ഞാൻ സ്പ്രൂസിൻ്റെ ലോഗോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്പ്രൂസിൻ്റെ ലോഗോ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ റൂഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മേലെ കയറട്ടെ. മേലെ കയറി കണ്ട് എവിടെയും കൂടി ഒന്ന് നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ റൂഫ് ഈ ഡീപ്പ് സ്ലൈറ്റ് ബ്രേക്ക് സ്റ്റെയറാണ് ഉണ്ടാക്കാൻ നിൽക്കേണ്ടത്. അപ്പോൾ അതിൽ ട്രിം ആയിക്കാണ്ട് ഞാൻ അതവിടെ ഡയറേറ്റിൻ്റെ ഇതെടുത്താണ് സ്റ്റെയർ പോളിഷ് ഡയറേറ്റിൻ്റെ സ്റ്റെയർ. അപ്പോൾ അത് വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് അത് കാണിച്ചു തരാം. അപ്പോൾ അത് കുറച്ച് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ റൂഫ് ഇതാ ഏകദേശം ഇങ്ങനെ കാണാണ്ട് പറഞ്ഞല്ലോ, ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് വെച്ചുകൊണ്ട് എന്തായാലും നമുക്ക് വരാം. സോ നമ്മുടെ വീട് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് സ്റ്റാർട്ടർ ബേസിൻ്റെ. അപ്പോൾ വീട് കാണാൻ രസമുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീടിൻ്റെ ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയലൊന്നും വെച്ചിട്ടില്ല. ഡോറ് തുറന്ന് വരുമ്പോൾ നമ്മൾ ഫ്ലോർ ആയിക്കാണ്ട് ഡാർക്ക് വുഡിൻ്റെ ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ മേലേക്ക് ഇത് അതേമാതിരി ചെറിയൊരു സ്റ്റെയർകേസ് കണ്ട് ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻറ്റീരിയലൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൽ ഇൻറ്റീരിയൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കതുപോലെ ഒന്ന് ചെയ്യാം. ഇവിടെയും ഇതേമാതിരി ഇൻറ്റീരിയലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. പിന്നെ അവിടെ ബാക്ക് സൈഡിൽ പോയാൽ ബാക്ക് സൈഡിൽ ചെറിയൊരു
ഷെഡ് പോലെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. ദൂരത്ത് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇവിടുത്തെ ലുക്ക്. ചെറിയ ഷെഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ കാണാനൊക്കെ ഇതിന് വേണ്ടി അറിയുന്നില്ല. സോ അതേമാതിരി ഇവിടെ നിന്ന് ഇറങ്ങി നമുക്കിവിടെ പാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് വേറെ വല്ല ബിൽഡിങ്ങൊക്കെ കെട്ടണം. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡ് പറഞ്ഞാൽ സൈഡ് ഇതേമാതിരി സിമ്പിൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ഫ്രണ്ട് അപ്പുറം സൈഡും മറ്റു സൈഡ് പോലെ തന്നെ ഒരു സിമ്പിൾ വർക്കേ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇതുപോലെ അടുത്ത വർക്ക്രോക്ക് സെർവറിൻ്റെ അടുത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങളുടെ കണ്ടൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ബൈ.